ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്ന് സെപ്റ്റംബർ 30 ചൊവ്വാഴ്ച വന്നിട്ടുള്ള ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള ലേഖനമാണ്. ആ ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത്. മുൻ മന്ത്രി, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയങ്കരനായ VK ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് ചന്ദ്രികയിൽ എഴുതിയിട്ടുള്ള ലേഖനമുണ്ട്. ഓ ഗസ, നെഞ്ചിലെ തീയാണ് നീ എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട VK ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് എഴുതിയിട്ടുള്ള ലേഖനം. ആ ലേഖനത്തിലേക്ക് കടക്കുക തന്നെയാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ ഗസ ഐക്യദാർഢ്യ സമ്മേളനത്തിലാണ് കഴിഞ്ഞ സെപ്റ്റംബർ 25 എറണാകുളം മറൈൻ ഡ്രൈവ് സാക്ഷ്യം വഹിച്ചത്. തോരാതെ പെയ്ത മഴ ഞങ്ങളെ എല്ലാം ആശങ്കയിലാക്കിയിരുന്നു. സമ്മേളനം തുടങ്ങുന്നത് വരെയും മഴ പെയ്തുകൊണ്ടിരുന്നു. സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ആഹ്വാനം കേട്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും തൃണവൽക്കരിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രവർത്തകർ മറൈൻ ഡ്രൈവിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ സമ്മേളനത്തിന് തൊട്ടു മുമ്പ് മഴ മാറുകയും വെയിൽ തെളിയുകയും ചെയ്തു. ഗസയുടെ വേദന സ്വന്തം വേദനയായി ഏറ്റെടുത്ത് പതിനായിരങ്ങൾ ഉറക്കെ വിളിച്ചു, ഫ്രം ദി റിവർ ടു ദ സീ, ഫലസ്തീൻ വിൽ ഫ്രീ. നാടിൻ്റെ നാനാഭാഗത്ത് നിന്ന് എറണാകുളം മറൈൻ ഡ്രൈവിലേക്ക് ഒഴുകിയെത്തിയവർക്കെല്ലാം ഒരേ വികാരമായിരുന്നു. വേദനിക്കുന്ന ജനതയ്ക്ക് വേണ്ടി തനിക്ക് ഇതെങ്കിലും ചെയ്യാനായല്ലോ എന്ന വികാരം. ഗസയിൽ ഇസ്രായേലിൻ്റെ ക്രൂരമായ നരവേട്ട തുടരുകയാണ്. മനുഷ്യനെന്ന പരിഗണന പോലുമില്ലാതെ, മാനുഷിക മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നുതള്ളുകയാണ്. മരണസംഖ്യ ഇപ്പോൾ തന്നെ 66,000 കവിഞ്ഞിരിക്കുന്നു. താമസ കേന്ദ്രങ്ങളും ആശുപത്രികളും അഭയാർത്ഥി ക്യാമ്പുകളും തകർത്താണ് ഇസ്രായേൽ സൈന്യം മുന്നേറുന്നത്. പട്ടിണി കാരണം നവജാത ശിശുക്കൾ പോലും കൊല്ലപ്പെടുകയാണ്. ബോംബിങ്ങും ഷെല്ലാക്രമണവും വെടിവെപ്പും ഓരോ ദിവസവും തുടരുകയാണ്. ഗസ നഗരത്തിലും ഉൾപ്രദേശങ്ങളിലും പട്ടാളത്തിൻ്റെ യുദ്ധ ടാങ്കുകളാണ്. കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. അക്രമം അവസാനിപ്പിക്കാനുള്ള അന്താരാഷ്ട്ര ഇടപെടലുകളെല്ലാം വൃദ്ധാവിലായിരിക്കുന്നു. ഫലസ്തീനിൻ്റെ കണ്ണീരിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഈ വംശഹത്യയുടെ ആഴം എത്രത്തോളം വലുതാണെന്ന് ലോക ജനത ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അമേരിക്ക ഒഴികെ ലോകം ഒന്നടങ്കം ഈ കൂട്ടക്കൊലക്കെതിരെ രംഗത്തുണ്ട് എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ ആശ്വാസം. ആധുനിക മനുഷ്യനെ ലജ്ജിപ്പിക്കുന്ന ഈ നരമേധത്തിനെതിരെ ലോകമെങ്ങും നടക്കുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി എറണാകുളത്ത് ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചത്. ഗസയിലെ കുഞ്ഞുമക്കളുടെ മുഖം മനസ്സിൽ വിങ്ങുന്ന പതിനായിരങ്ങളാണ് കക്ഷി ഭേദമില്ലാത്ത മറൈൻ ഡ്രൈവിലേക്ക് ഒഴുകിയെത്തിയത്. സേവ് ഗസ, സേവ് ഫലസ്തീൻ പ്ലക്കാർഡുകൾ ഉയർത്തി അവർ ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ ഫലസ്തീൻ അംബാസിഡർ അബ്ദുള്ള മുഹമ്മദ് അബു സാവേഷ് ആയിരുന്നു സമ്മേളനത്തിലെ മുഖ്യാതിഥി. അഭയാർത്ഥി ക്യാമ്പിൽ പിറന്ന ഫലസ്തീൻ്റെ ദുരിതങ്ങൾ കണ്ടു വളർന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. ജൂതന്മാരുമായോ ക്രിസ്ത്യാനികളുമായോ ഫലസ്തീന് യാതൊരു പ്രശ്നവുമില്ലെന്നും സയനിസ്റ്റുകളും നെതന്യാഹുവും ഇതൊരു ജൂത മുസ്ലിം പ്രശ്നമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. യാസർ അറഫാത്തിൻ്റെ ആദ്യ മന്ത്രിസഭയിൽ പോലും ജൂതനായ മന്ത്രി ഉണ്ടായിരുന്നു. ഫലസ്തീൻ പോരാളികളായ ഒരുപാട് നേതാക്കൾ ക്രിസ്ത്യാനികളായിരുന്നു. ഫലസ്തീനെ എന്നും പിന്തുണച്ചതാണ് ഇന്ത്യയുടെ ചരിത്രമെന്നും മഹാത്മാഗാന്ധി മുതൽ അഹമ്മദ് വരെയുള്ള നേതാക്കളെല്ലാം ഫലസ്തീൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നും അംബാസഡർ പറഞ്ഞത് കരഘോഷങ്ങളോടെയാണ് സദസ്സ് സ്വീകരിച്ചത്. മുസ്ലിം ലീഗ് നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ചെയർമാനും സംസ്ഥാന പ്രസിഡന്റുമായ സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഫലസ്തീന് വേണ്ടി പ്രാർത്ഥന നിർവഹിച്ചു. പതിനായിരങ്ങൾ നിറഞ്ഞ കണ്ണുകളോടെ ആമീൻ പറഞ്ഞു. ഫറോവയെ ഓർമ്മിപ്പിക്കുന്ന ക്രൂരതയാണ് നെതന്യാഹു നടത്തുന്നതെന്നും ധിക്കാരികളായ ഭരണാധികാരികൾക്ക് ചരിത്രത്തിൽ പാഠമുണ്ടെന്നും
തങ്ങൾ ഉണർത്തി. ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും പാരമ്പര്യം ഓർമ്മിപ്പിച്ചു. വൈകാരികമായ പ്രസംഗത്തിലൂടെയാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഗസയുടെ അവസ്ഥ വിവരിച്ചത്. കൂട്ടക്കൊലയും വംശഹത്യയുമാണ് അവിടെ നടക്കുന്നതെന്നും ഒരു പരിഷ്കൃത സമൂഹത്തിന് ഇത് വലിയ നാണക്കേടാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യപ്രഭാഷണം നിർവഹിച്ച വെങ്കടേഷ് രാമകൃഷ്ണനും അതിഥികളായി എത്തിയ മത, രാഷ്ട്രീയ, സാംസ്കാരിക നേതാക്കളും ഫലസ്തീൻ്റെ ഇന്നത്തെ ദുഃഖസ്ഥിതിയും നാം നിർവഹിക്കേണ്ട മാനുഷിക ദൗത്യങ്ങളും മുൻനിർത്തിയാണ് സംസാരിച്ചത്. കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഐക്യദാർഢ്യ മഹാറാലിക്ക് ശേഷം ഏറ്റവും ശ്രദ്ധേയമായ മനുഷ്യ മഹാസംഗമമാണ് എറണാകുളം മറൈൻ ഡ്രൈവിൽ നടന്നത്. ബസ്സുകളിലും മറ്റു വാഹനങ്ങളിലുമായി സമ്മേളന നഗരിയിലേക്ക് എത്തിയവരുടെ ബാഹുല്യം കാരണം പലർക്കും വേദിക്ക് പുറത്ത് നിന്ന് സമ്മേളനം വീക്ഷിക്കേണ്ടി വന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യസ്നേഹികൾ ലൈവായി സമ്മേളനം കാണുകയും ഐക്യദാർഢ്യം അറിയിക്കുകയും ചെയ്തു. ഫലസ്തീൻ്റെ പ്രതിരോധ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായ കഫിയ ധരിച്ചാണ് നേതാക്കൾ സംസാരിച്ചത്. ലോകമെങ്ങുമുള്ള മനുഷ്യർ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് കഫിയ ധരിച്ചുകൊണ്ടാണ്. തൊടിയൂർ മുഹമ്മദ് കുഞ്ഞിമൗലവി, സ്വാമി ധർമ്മചൈതന്യ, ഫാദർ തോമസ് തറയിൽ, ഫാദർ പോൾ തലേക്കാട്ട്, ഓണംപള്ളി മുഹമ്മദ് ഫൈസി, HE മുഹമ്മദ് ബാബു സേട്ട്, സലീം സക്കാഫി, സലാഹുദ്ദീൻ മദനി, OP നൗഷാദ്, ഷമീർ മദനി, MV ഫൈസൽ, സന്ദീപ് വാര്യർ തുടങ്ങി പ്രമുഖരുടെ ഒരു നിര തന്നെ സമ്മേളനത്തിന് എത്തിച്ചേരുകയും പ്രൗഢമായ പ്രഭാഷണം കൊണ്ട് വേദിയെ ധന്യമാക്കുകയും ചെയ്തു. ഫലസ്തീൻ അംബാസഡറുടെ പ്രസംഗം കഴിഞ്ഞ ഉടനെ അല്പനേരത്തേക്ക് മഴ പെയ്തു. സദസ്സ് അപ്പോഴും പ്രസംഗങ്ങൾ കേൾക്കാൻ കാത്തിരുന്നു. എന്നും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഇന്ത്യയുടെ മതേതര പാരമ്പര്യത്തിൻ്റെ പ്രതീകമായിരുന്നു മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഗസ ഐക്യദാർഢ്യ സദസ്സ്. ലോകം ഉറ്റുനോക്കുന്ന ഈ വിഷയത്തിൽ ഇങ്ങനെയൊരു സമ്മേളനം നടത്താൻ എറണാകുളത്തെ തിരഞ്ഞെടുത്ത സംസ്ഥാന കമ്മിറ്റിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെയൊരു സമ്മേളനത്തിന് മുൻകൈയെടുത്ത് പ്രിയപ്പെട്ട സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും PK കുഞ്ഞാലിക്കുട്ടിയെയും PMA സലാം ഉൾപ്പെടെ സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പ്രാധാന്യം ഒട്ടും ചോരാതെ മികച്ച ഉള്ളടക്കത്തോടെ സമ്മേളനം റിപ്പോർട്ട് ചെയ്ത ചന്ദ്രികാ ദിനപത്രം പത്രധർമ്മം നിറവേറ്റി. ഓ ഗസ എന്ന തലക്കെട്ടിൽ ചരിത്രത്തിലുടനീളം അടിച്ചമർത്തപ്പെട്ടവർക്കും പീഡിതർക്കും വേണ്ടി ശബ്ദമുയർത്തിയ പാരമ്പര്യമുള്ള മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ദൗത്യത്തെ ചന്ദ്രിക ശക്തമായി അടയാളപ്പെടുത്തി. എഡിറ്റർ കമാൽ വരദൂർ ഫലസ്തീൻ അംബാസഡർ അബ്ദുള്ള അബു ഷാവേസുമായി നടത്തിയ അഭിമുഖവും മനോഹരമായിരുന്നു. നാം നിർവഹിച്ചത് മാനുഷികമായ ഉത്തരവാദിത്തമാണ്. സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചവർക്കെല്ലാം നാഥൻ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗസയുടെ വേദന സ്വന്തം വേദനയായി ഏറ്റെടുത്ത പതിനായിരങ്ങൾ ഉറക്കെ വിളിച്ചു, ഫ്രം ദി റിവർ ടു ദ സീ, ഫലസ്തീൻ വിൽ ഫ്രീ. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എറണാകുളം മറൈൻ ഡ്രൈവിലേക്ക് ഒഴുകിയെത്തിയവർക്കെല്ലാം ഒരേ വികാരമായിരുന്നു. വേദനിക്കുന്ന ജനതയ്ക്ക് വേണ്ടി തനിക്ക് ഇതെങ്കിലും ചെയ്യാനായല്ലോ എന്ന വികാരം. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മറൈൻ ഡ്രൈവിൽ നടന്ന ഗസ ഐക്യദാർഢ്യ റാലിയുടെ കൃത്യമായ അതിൻ്റെ ഒരു വിവരണമാണ് ബഹുമാന്യനായ മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ കൃത്യമായി വിവരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു മേഖല എന്നുള്ള നിലക്ക് കൃത്യമായി എറണാകുളത്ത് നടന്ന പരിപാടി അത് വിജയിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച മുസ്ലിം ലീഗിൻ്റെ പ്രിയങ്കരനായ നേതാവ് കൂടിയായ VK ഇബ്രാഹിം കുഞ്ഞ് സാഹിബിൻ്റെ ലേഖനം എല്ലാം കൊണ്ടും ശ്രദ്ധേയമായി പ്രിയപ്പെട്ട ഫലസ്തീൻ മക്കളുടെ അവരുടെ യാതനകളും വേദനകളും അവരനുഭവിക്കുന്ന എല്ലാം അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഇതുപോലുള്ള റാലികളും അതുപോലെ തന്നെ ഐക്യദാർഢ്യ സദസ്സുകളൊക്കെ നടത്തി കൃത്യമായി പ്രഗത്ഭമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി നിലനിൽക്കുകയാണ്. ഏതായാലും ഈ ഒരു പരിപാടി, ഈ ഒരു വിഷയം
ഈ ലേഖനം നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള സുപ്രധാന വിഷയങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാഅസ്സലാമ.